ബംഗാളിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ 42 സീറ്റുകളും നിർണായകമാണ്. ബംഗാളിലെ നിലവിലെ സ്ഥിതിയെക്കുറിച്ച് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഗോപി കൊൽക്കത്ത കൈരളി ന്യൂസുമായി സംസാരിക്കുന്നു. പശ്ചിമബംഗാളിൽ ആകെ 42 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഈ 42 ലോക്സഭാ സീറ്റുകൾ വളരെ നിർണായകമാണ്. ഇതെങ്ങനെ ഇത്തവണ ബംഗാളികൾ ചിന്തിക്കുന്നു? വളരെ നിർണായകമാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കാനായി ബംഗാളിലെ പ്രശസ്തനായ ഒരു മാധ്യമപ്രവർത്തകൻ, മലയാളിയായ മാധ്യമപ്രവർത്തകൻ ഗോപി കൊൽക്കത്ത നമ്മോടൊപ്പമുണ്ട്. സ്വാഗതം. ഈ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ BJP ഒരു കണക്കൂട്ടിൽ നിന്നാൽ ഇവിടെ വലിയൊരു മുന്നേറ്റം ഉണ്ടാകാം. അതുകൊണ്ട് മറ്റ് നോർത്ത് ഇന്ത്യയിലൊക്കെ സീറ്റ് കുറഞ്ഞാലും ബംഗാളിൽ നിന്ന് ലഭിക്കുന്ന അധിക സീറ്റുകൾ മൂലം പിടിച്ചു നിൽക്കാൻ പറ്റുന്നതാണ്. അതിനുള്ള സാധ്യതയുണ്ടോ? ഇപ്പം അവരുടെ ദേശീയ നേതാക്കളും ഒരു പരിധിവരെ മാധ്യമങ്ങളെന്ന് വെച്ചാൽ ബംഗാൾ മാധ്യമങ്ങൾ അത്രത്തോളം പറയുന്നില്ല. ഇപ്പോഴും ദേശീയ തലത്തിലൊക്കെ അവരൊരു പ്രചരണം നടത്തുന്ന ബംഗാളിൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിൽ കൂടുതൽ സീറ്റ് കിട്ടും, ഒരുപക്ഷെ മറ്റുള്ള സ്ഥലത്തിൽ ഉണ്ടാകുന്ന കുറവ് ബംഗാൾ നികത്തുമെന്നൊക്കെയാണ് BJP കേന്ദ്ര നേതാക്കളുടെയും അവരുടെ ഒരു പ്രചരണം. പക്ഷേ ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ കണക്കിലെടുത്താൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു അരിത്മെറ്റിക് ഇത് നോക്കിയാലും പ്രചരണ രംഗത്തെ രീതി നോക്കിയാലും എല്ലാം ഇപ്പോൾ 2 ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. ഉത്തരബംഗാളിലെ 6 മണ്ഡലങ്ങളിൽ ഈ ആദ്യത്തെ 2 ഘട്ട തെരഞ്ഞെടുപ്പിൽ 6 കഴിഞ്ഞ അവിടെ BJP ജയിച്ച മണ്ഡലങ്ങളാണ്. പക്ഷേ അവർക്കിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വളരെ മ്ലാനതയാണ്. കാരണം അതിലെ ഒരു 2-3 സീറ്റെങ്കിലും പിടിച്ച് ഒരുപക്ഷെ ഡാർജിലിംഗ് അവർ ജയിക്കുമായിരിക്കും. ഗൂർഖ പിന്തുണയുണ്ട്. ബാലൂർഘട്ട മണ്ഡലത്തിൽ BJPയുടെ സംസ്ഥാന പ്രസിഡൻറ്റ്. അത് മറ്റുള്ള മണ്ഡലങ്ങളിൽ വളരെ സംശയമാണ്. ഇവൻ തൃണമൂൽ അവിടെ ഉത്സവം തുടങ്ങി, വിജയാഘോഷം തന്നെ നടത്തി കഴിഞ്ഞു. കാരണം അത്രത്തോളം കോൺഫിഡൻ്റ് അവർ BJP പരാജയപ്പെടുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ പിന്നെ ഈ ഒരു അരിത്മെറ്റിക്സ് ഇതിനകത്ത് ഈ 2019 തെരഞ്ഞെടുപ്പിൽ BJP ഒരു അപ്രതീക്ഷിതമായിട്ട് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ബംഗാളിൽ നേടി. അതിന് പിന്നിൽ പല ഘടകങ്ങളുമുണ്ട്. അതിപ്പോൾ ഞാനിവിടെ പുറത്ത് പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നൊരു ഘടകങ്ങളുണ്ട്, പലതും ഘടകങ്ങളുണ്ട്. അന്ന് ഈ മമതയുടെ അക്രമങ്ങൾ, തൃണമൂലിൻ്റെ അക്രമങ്ങൾ പല ഭാഗത്ത് ഇടതിനെ അടിച്ചൊക്കെ, അപ്പോൾ അതിനെതിരായിട്ടൊരു ബദൽ എന്നുള്ള ഒരു ചിന്താഗതി അന്ന് പൊതുവെ വളർന്നു വന്നിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കിട്ടും അവർക്ക്, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മമതയ്ക്കൊരു, പക്ഷേ അത് ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ഉണ്ടായില്ല. മമതയുമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ അതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രമൊക്കെ എടുത്ത് നോക്കിയാൽ ബംഗാൾ ഇപ്പോൾ കഴിഞ്ഞ 2019 18 സീറ്റ് അവർക്ക് കിട്ടിയതിൽ അതിലൊരാൾ നിതീഷ് പ്രമാണിക്ക് പിന്നെ അസൻസോളിൽ കേന്ദ്രമന്ത്രിയായിരുന്ന ബാബുൽ സുപ്രിയ ജയിച്ചു അവിടെ അസൻസോളിൽ. അയാൾക്ക് മന്ത്രിസ്ഥാനം കിട്ടാത്തതുകൊണ്ട് BJP വിട്ട് പിന്നെ തൃണമൂലിലേക്ക് പോയി. അപ്പോൾ ആ സീറ്റിൽ റിസൈൻ ചെയ്തു. പക്ഷെ അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP ദയനീയമായിട്ട് പരാജയപ്പെട്ടു. അതേപോലെ അതിനുശേഷം നടന്ന 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 19 കണക്കനുസരിച്ചിട്ട് നിയമസഭയിൽ BJPക്ക് 118 സീറ്റുണ്ടായിരുന്നു. അന്ന് ഇതുപോലെ ബംഗാൾ ഭരിച്ചു. എല്ലാ ദേശീയ മാധ്യമങ്ങളും അന്ന് മോഡിയും അമിത്ഷായും ഉൾപ്പെടെയുള്ള എല്ലാ കേന്ദ്രങ്ങളും ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തി. ബംഗാൾ എന്തായാലും പിടിച്ചെടുത്തു എന്നുള്ളതായിരുന്നു. ബംഗാളി മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെയുള്ള പ്രചരണം. മമത പോയി ബംഗാളിൽ BJP ഭരണത്തിൽ വന്നു. കുറഞ്ഞ 250 സീറ്റെങ്കിലും BJPക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ളതായിരുന്നു വ്യാപകമായ പ്രചരണമായിരുന്നു നടത്തിയിരുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഫലം വന്നപ്പോൾ BJP 78 സീറ്റിലേക്ക് ഒതുക്കി. 19 അവർക്ക് നേടിയ ഭൂരിപക്ഷം പോലും നിലനിർത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം ആ 78 എണ്ണത്തിൽ കുറേ എണ്ണം 10 പേരോളം തൃണമൂലിലേക്ക് കൂറുമാറി. അതേപോലെ അവരുടെ 2 MLA പാർലമെൻറ്റ് MP ആയിരുന്നു. നിതീഷ് പ്രമാണിക്ക് ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രി. അയാൾ MLA സ്ഥാനം ഒഴിഞ്ഞിട്ട് പാർലമെൻറ്റ് സ്ഥാനം നിലനിർത്താനും വേണ്ടി അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങനെ 2 പേര് ഉപതെരഞ്ഞെടുപ്പിൽ BJP ദയനീയമായി പരാജയപ്പെട്ടു. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് 8 ഉപതെരഞ്ഞെടുപ്പുകൾ, പാർലമെൻറ്റിലേക്ക് നിയമസഭയിലേക്ക് 8 ഉപതെരഞ്ഞെടുപ്പുകളാണ്. ഈ 8 6 BJPക്ക് കെട്ടിവെച്ച പൈസ പോയി എന്നുള്ളതാണ്. ഒരിടത്ത് പോലും ജയിക്കാൻ കഴിഞ്ഞില്ല, അവരുടെ സിറ്റിംഗ് സീറ്റ് പോലും ജയിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ദയനീയമായി പരാജയപ്പെട്ടു. ലെഫ്റ്റാണ് 2ാം സ്ഥാനത്തേക്ക് വന്നത് പലയിടത്തും. അപ്പോൾ ആ രീതിയിലൊരു അരിത്മെറ്റിക്കൊക്കെ എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളെ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇതുപോലെ അവർ വളരെ ഭയങ്കര പ്രതീക്ഷയോടായിരുന്നു. പക്ഷേ
പല ഭാഗങ്ങളിലും പ്രതീക്ഷ ഒട്ടും ഫലം കൊണ്ട് കുറവുണ്ടാക്കാൻ കഴിഞ്ഞില്ല. കേന്ദ്ര ഗവൺമെൻറ് പിന്തുണയുണ്ടായിട്ടും ആർഎസ്എസ് പിന്തുണയുണ്ടായിട്ടും ഇതൊക്കെ ആയിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അപ്പോൾ ഈ പറയുന്ന പ്രചാരണങ്ങളിൽ കാണുന്ന ഇതൊന്നും അവർക്കിവിടെ നേടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല.